നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ബാലയും അമൃതയും തമ്മിലുള്ള തുറന്ന പോര് ശക്തമാകുകയാണ്. 2010 ബാലയും അമൃതയും വിവാഹിതരായത്. ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നു. അമൃതയുമായി വേർപിരിഞ്ഞ ശേഷം ബാല ഡോക്ടർ എലിസബത്തിനെ വിവാഹം ചെയ്തിരുന്നു. അമൃത പിന്നീട് സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായി പ്രണയത്തിലാവുകയും ചെയ്തു. ഇരുവരും വിവാഹബന്ധം വേർപെടുത്തിയ ശേഷം മകളുടെ സംരക്ഷണം അമൃതയ്ക്കാണ്. മകളെ മനഃപൂർവ്വം അമൃത തന്നെ കാണിക്കാത്തതാണെന്ന തരത്തിൽ പലപ്പോഴായി ബാല ആരോപണം ഉന്നയിച്ചെത്തിയിരുന്നു. ഇതിന് താനും ബാലയും തമ്മിലുള്ള വിവാഹമോചനത്തിന്റെ സമയത്ത് ഒപ്പിട്ട നിബന്ധനകൾ അടക്കം പുറത്തുവിട്ട് ഒരിക്കൽ അമൃത മറുപടി നൽകിയിരുന്നു. എന്നാൽ വിവാഹമോചനത്തിന്റെ സമയത്ത് ഒപ്പിട്ട ആ നിബന്ധനകൾ ഉയർത്തിക്കാട്ടിയാണ് അമൃതയെ ഇപ്പോൾ ആരാധകർ ചോദ്യമുനയിൽ നിർത്തുന്നത്. ഇരുവരും പരസ്പര സമ്മതത്തോടെയുള്ള വിവാഹമോചനമാണ് നടന്നത്. മകൾക്ക് 18 വയസ്സാകുന്നതുവരെ അമ്മയാണ് കുഞ്ഞിന്റെ രക്ഷിതാവ്. മകളെ കാണാൻ ബാലയ്ക്ക് അനുവാദമുണ്ട്. ഉപാധികൾ അനുസരിച്ച് കുഞ്ഞിനെ എല്ലാ 2ാം ശനിയാഴ്ചയും അമൃതയോ അവരുടെ അമ്മയോ കോടതിയിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 4 മണി വരെ അച്ഛനെ കാണിക്കാൻ അവസരമുണ്ടായിരുന്നു. എന്തെങ്കിലും തടസ്സമെങ്കിൽ കോടതിയിൽ നൽകിയ ഇമെയിൽ വിലാസം അല്ലെങ്കിൽ ഫോൺ കോൾ വഴി അമൃതയെ അറിയിക്കണം എന്നുമുണ്ട്. കുഞ്ഞിന്റെ രക്ഷിതാവായി അമൃതയെ നിശ്ചയിച്ച സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. കുഞ്ഞിന്റെ പിതാവായി എന്നും ബാലയുടെ പേരാകും വച്ചിരിക്കുക എന്ന കാര്യം ലംഘിച്ചിട്ടുമില്ല. അമൃതയ്ക്ക് മാത്രമാകും കുഞ്ഞിന്റെ ചുമതല എന്നും പറയുന്നുണ്ട്. മൈനറായ കുഞ്ഞിന്റെ കാര്യങ്ങൾ ഒന്നിൽ ബാല ഇടപെടില്ല എന്നും പറയുന്നുണ്ട്. ഇനിയും ഉടമ്പടി പ്രകാരം പറഞ്ഞ കാര്യങ്ങളിൽ ലംഘനമുണ്ടായാൽ നിയമപരമായി നേരിടാൻ അഭിഭാഷകർക്ക് അമൃത അനുവാദം നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ദിവസം ബാലയ്ക്കെതിരെ മകൾ ആരോപിച്ച ആരോപണങ്ങളിൽ കുറേയധികം ചോദ്യങ്ങളുമായി എത്തുകയാണ് സോഷ്യൽ മീഡിയ. അച്ഛനെതിരെ മകളുടെ ഈ ആരോപണം അമൃതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എന്നെയും അമ്മയെയും അമ്മമ്മയും ആൻറ്റിയെയും മെന്റലിയും ഫിസിക്കലുമായും അച്ഛൻ ടോർച്ചർ ചെയ്തിട്ടുണ്ട്. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ മദ്യപിച്ച് അച്ഛൻ വീട്ടിൽ വരും, എൻ്റെ അമ്മയെ തല്ലും. എനിക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര വിഷമമാകും. ഒരു കാരണവുമില്ലാതെയാണ് അമ്മയെ ഉപദ്രവിച്ചിരുന്നത്. അമ്മയെ ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. അമ്മയെ മാത്രമല്ല എന്നെയും ടോർച്ചർ ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ മദ്യപിച്ച് വന്ന് ഗ്ലാസ് ബോട്ടിൽ എൻ്റെ മുഖത്തേക്ക് എറിയാൻ ശ്രമിച്ചു. അമ്മ ഇല്ലായിരുന്നുവെങ്കിൽ അന്ന് ആ ബോട്ടിൽ എൻ്റെ തലയിൽ ഇടിച്ചേനെ. അമ്മ അത് കൈവച്ച് ബ്ലോക്ക് ചെയ്തെന്നാണ് കുഞ്ഞിൻ്റെ വെളിപ്പെടുത്തൽ. എന്തായാലും ബാലയ്ക്കെതിരെ പോക്സോ കേസ് കൊടുത്തതായി രേഖയില്ല. പോക്സോ പ്രകാരം കേസ് ഉണ്ടെങ്കിൽ പോലീസ് റിമാൻഡ് ചെയ്യേണ്ടതാണ്. അതും സംഭവിച്ചിട്ടില്ല. വിവാഹബന്ധം വേർപെടുത്തി ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ശാരീരികമായിട്ടുള്ള ആരോപണത്തിൽ ഒരു സൂചന പോലും പുറത്തുവിടാതിരുന്നിട്ടും പെട്ടെന്നൊരു ദിവസം അമൃതയുടെ അനിയത്തി അഭിരാമി അത് ആദ്യമായി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിടുകയും തൊട്ടു പിന്നാലെയാണ് ബാലയുടെയും അമൃതയുടെയും മകൾ അവന്തിക ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇത്രയും നാൾ എന്തുകൊണ്ട് ഇതൊക്കെ മൂടിവെച്ചു? മാത്രമല്ല അമൃതയ്ക്കെതിരെ വളരെ വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ബാല നടത്തിയിരുന്നു. ഗോപി സുന്ദറുമായുള്ള ലിവിംഗ് റിലേഷനും അതിന് പിന്നാലെ അമൃതയെ മറ്റൊരാൾക്കൊപ്പം കണ്ടുവെന്നും അതുകൊണ്ടാണ് ബന്ധം വേർപെടുത്തിയതെന്നുമൊക്കെ ബാല ആരോപണം ഉന്നയിച്ചിരുന്നു. അപ്പോഴൊന്നും ഒരക്ഷരം മിണ്ടാതെ പ്രതികരിക്കാതെ ഇരുന്ന അമൃത എന്തുകൊണ്ട് ഇപ്പോൾ കുഞ്ഞിനെ കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ പറയിപ്പിച്ചു? മാത്രമല്ല എന്തുകൊണ്ട് ബാലയ്ക്കെതിരെ അന്ന് കേസ് കൊടുത്തില്ല? തുടങ്ങിയ ആരോപണങ്ങളൊക്കെ അമൃതയ്ക്കെതിരെ ഉയരുകയാണ്. ഒരാൾക്കെതിരെ മറ്റൊരാൾ യാതൊരുവിധ പോസ്റ്റുകളോ പ്രസിദ്ധീകരണങ്ങളോ ചെയ്യാൻ പാടില്ല എന്ന പരസ്പര ധാരണ പ്രകാരമുള്ള ഉടമ്പടിയിൽ ഇരുവരും സമ്മതിച്ചിട്ടുള്ളതാണ്. പക്ഷെ അതൊക്കെ ഇരുകൂട്ടരും തെറ്റിച്ചിരിക്കുകയാണ്. മാത്രമല്ല മകൾ പറഞ്ഞ വാക്കുകളിൽ ഒരിക്കൽ കോർട്ടിൽ ഇരുന്നപ്പോൾ എന്നെ വലിച്ചിഴച്ച് ചെന്നൈയിൽ കൊണ്ടുപോയി ഒരു മുറിയിലിട്ട് ഫുഡ് പോലും തന്നില്ല എന്ന വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നു. ഒരിക്കലും കോർട്ടിൽ വെച്ച് അങ്ങനെ ബലമായി പിടിച്ചുകൊണ്ട് പോകാൻ നിയമം പോലും അനുവദിക്കില്ല. മാത്രമല്ല ഭക്ഷണം പോലും കൊടുക്കാതെ മുറിയിൽ പൂട്ടിയിട്ടാൽ അമൃത എന്തുകൊണ്ട് അന്ന് പ്രതികരിച്ചിരുന്നില്ല? അത് കേസ് ആകേണ്ടതായിരുന്നില്ലേ? മാത്രമല്ല മകൾ ആദ്യമായി അച്ഛൻ്റെ അടുത്ത് പോയപ്പോൾ പാപ്പുവിനെ ഭക്ഷണം കഴിപ്പിക്കാൻ ശ്രമിക്കുന്നതും സന്തോഷത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുന്ന ബാലയെയും ആണ് നമ്മൾ അന്ന് ആ വീഡിയോയിൽ ബാല പുറത്തുവിട്ട വീഡിയോയിൽ കണ്ടതും. മാത്രമല്ല കോംപ്രമൈസ് പെറ്റീഷൻ പ്രകാരം 25 ലക്ഷം രൂപ ബാല അമൃതയ്ക്ക് നൽകിയിട്ടുണ്ട്. കൂടാതെ അവന്തിക എന്ന മകളുടെ പേരിൽ 15 ലക്ഷം രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റും കൂടാതെ 9 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് പോളിസിയുമാണുള്ളത്. കുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയാകുന്ന സമയത്ത് ഈ നിക്ഷേപ തുകയുടെ പലിശ സഹിതം അവന്തികയ്ക്ക് കിട്ടും. ഇരുവരും നൽകിയ പെറ്റീഷൻ പ്രകാരം കുഞ്ഞിനെ വളർത്താനുള്ള തുകയോ വിദ്യാഭ്യാസത്തിന്റെയോ വിവാഹത്തിന്റെ ചിലവുകളോ പ്രത്യേകമായി കൊടുക്കുമെന്ന് പറയുന്നില്ല. അപ്പോൾ ഇതുവരെ മകൾക്കായി ഒന്നും കൊടുത്തില്ല എന്ന് പറയുന്ന അമൃതയുടെ വാക്കുകൾ തന്നെ കളവല്ലേ എന്നുമാണ് ഉയരുന്ന ചോദ്യം. ബാലയും അമൃതയും തമ്മിലുള്ള തുറന്ന പോരിന്റെ ഫലമാണ് മകൾ അവന്തികയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്റെ അച്ഛനെതിരെ എത്തിയിരിക്കുന്നതും എന്നുമാണ് ഉയരുന്ന ആക്ഷേപവും. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.